ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് ആവേശോജ്വലമായി തുടക്കം. ചമ്പക്കുളത്ത് പമ്പയാറിലാണ് വള്ളംകളി നടക്കുന്നത്. ആയാപ്പറമ്പ് പാണ്ടി നെടുഭാഗം വലിയ ഒഞ്ചി ചമ്പക്കുളം സെന്റ് ജോർജ് ചെറുതന എന്നീ ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിക്കുന്നതിന്. ഇവരുമായി നിഷാ ദിലീപ് ചേരുകയാണ്. നിഷ, എത്രത്തോളം ആവേശകരമായാണ് മത്സരം പുരോഗമിക്കുന്നത്? കേരളത്തിൽ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ചരിത്ര പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളി പമ്പയാറ്റിൽ നടക്കുകയാണ്. 6 ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇതിൽ ആദ്യ ഹീറ്റിൽ മത്സരിച്ച വള്ളങ്ങളിൽ ഒന്നാം ഹീറ്റിൽ നടുഭാഗം ഒന്നാമതെത്തിയിട്ടുണ്ട്. രണ്ടാം ഹീറ്റിൽ ചമ്പക്കുളം ചുണ്ടനും, മൂന്നാം ഹീറ്റിൽ ആയാപ്പറമ്പ് വലിയ ദിവാൻജി, ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ്ബ് തുടങ്ങിയ ആയാപ്പറമ്പ് വലിയ ദിവാൻജിയുമാണ് 3 ഹീറ്റ്സുകളിലും ഒന്നാമതായി ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയുള്ള ഫൈനൽ മത്സരങ്ങളാണ്. ഈ ഓരോ ഹീറ്റിലും ഒന്നാമതെത്തിയ വള്ളങ്ങൾ ഫൈനൽ മത്സരത്തിലേക്ക് പങ്കെടുക്കും. എന്തായാലും ഇപ്പോൾ ഒരു അല്പസമയത്തെ ഇടവേളയാണ്. അതിനുശേഷം ഫൈനൽ മത്സരങ്ങൾ നടക്കും. ഈ ഫൈനൽ മത്സരങ്ങളിൽ ഒന്നാമതെത്തുന്ന വള്ളത്തിനായിരിക്കും ചമ്പക്കുളം മൂലം വള്ളംകളിയുടെ രാജപ്രമുഖൻ ട്രോഫി നേടുക. എന്തായാലും കേരളത്തിലെ ജലോത്സവങ്ങൾക്ക് ഇനി ചമ്പക്കുളം വള്ളംകളിയോടെ, പമ്പയാറ്റിൽ നടക്കുന്ന ചമ്പക്കുളം വള്ളംകളിയോട് കൂടിയാണ് കേരളത്തിലെ ജലോത്സവങ്ങൾക്ക് തുടക്കമാകുന്നത്. ചമ്പക്കുളം വള്ളംകളിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഐതിഹ്യ പെരുമയുള്ള ഒരു വള്ളംകളിയാണ്. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഉള്ള ഒരു ഐതിഹ്യം കൂടി ഈ ചമ്പക്കുളം മൂലം വള്ളംകളിക്കുണ്ട്. എന്തായാലും തെളിഞ്ഞ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു തെളിഞ്ഞ അന്തരീക്ഷത്തിൽ തന്നെ മഴ ഇടയ്ക്കിടെ ചാറുന്നുണ്ട്. എങ്കിലും വളരെ ആവേശത്തിൽ തന്നെയാണ് കുട്ടനാട്. കേരളത്തിൽ ആദ്യത്തെ വള്ളംകളി ആഘോഷങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള ചമ്പക്കുളം മൂലം വള്ളംകളിയാണ് ഇപ്പോൾ പമ്പയാറ്റിൽ നടക്കുന്നത്. നിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിന്റെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു വള്ളംകളി എന്നുള്ള പെരുമയും ഈ ഒരു ചമ്പക്കുളം വള്ളംകളിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൗഢിയും അതിൻ്റെ ഒരു തനിമയും അത് അത്രത്തോളം പ്രകടമാകുന്ന തരത്തിൽ തന്നെയാണ്, വർണ്ണാഭമായിട്ട് തന്നെയാണ് മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇനി അങ്ങോട്ട് ജലോത്സവങ്ങളുടെ ഒരു കാലമാണ്. ഇനിയിപ്പോൾ ചമ്പക്കുളം മൂലം വള്ളംകളി, അതിനുശേഷം നെഹ്റു ട്രോഫി വള്ളംകളി, പിന്നീട് ഈ സീസണിൽ നിരവധി വള്ളംകളികൾ ഈ കുട്ടനാട്ടിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നുണ്ട്. അതിന്റെ ഒരു തുടക്കമാണ് ഇന്നിപ്പോൾ പമ്പയാറ്റിൽ നടക്കുന്നത്. ചമ്പക്കുളത്ത് പമ്പയാറ്റിലാണ് ഈ ചമ്പക്കുളം മൂലം നടക്കുന്നത്. ആദ്യത്തെ വള്ളംകളി ആയതുകൊണ്ട് തന്നെ കുട്ടനാട്ടുകാർക്കെല്ലാം വളരെ വലിയ ആവേശം തന്നെയാണ്. വള്ളംകളി പ്രേമികൾ ഒന്നാകെ ഉറ്റുനോക്കിയിരുന്നൊരു മത്സരം. ഏതാണ്ട് 450 വർഷത്തോളം പഴക്കമുണ്ട് ചമ്പക്കുളം മൂലം വള്ളംകളിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്പലപ്പുഴ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട, അവിടുത്തെ വിഗ്രഹ പ്രതിഷ്ഠയുമായി ഒക്കെ ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം ഈ ചമ്പക്കുളം വള്ളംകളിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആചാരാനുഷ്ഠാനങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകിയുള്ള ചടങ്ങുകളാണ് ഇതിന് മുന്നോടിയായൊക്കെ നടക്കുന്നത്. എന്തായാലും ഈ ഇത്തവണ പങ്കെടുക്കുന്നത് 6 ചുണ്ടൻ വള്ളങ്ങളാണ്. പ്രദർശന മത്സരമായി 2 വെപ്പ് വള്ളങ്ങളുടെ മത്സരം മാത്രമാണുള്ളത്. 6 ചുണ്ടൻ വള്ളങ്ങൾ പങ്കെടുക്കുന്ന 3 ഹീറ്റ്സ് മത്സരങ്ങളാണ്. ഈ 3 ഹീറ്റ്സിലും ഒന്നാമതെത്തുന്ന വള്ളങ്ങൾ ഇനി രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയുള്ള ഫൈനൽ മത്സരത്തിനായി കാത്തിരിക്കുകയാണ്. തീർച്ചയായും കേപ്പി പറഞ്ഞതുപോലെ തന്നെ വലിയ ആവേശത്തിൽ തന്നെയാണ് കുട്ടനാട് ഉള്ളത്. നിഷോപ്പം ഏതൊക്കെ പ്രമുഖരാണ് ഈ ചമ്പക്കുളം വള്ളംകളി കാണാനും അതിൻ്റെ ഉദ്ഘാടന പരിപാടികൾക്കുമായി അവിടെ എത്തിയിരിക്കുന്നത്? നിഷ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കാലവർഷം ഇടയ്ക്ക് കനത്ത മഴ പെയ്യുന്നുണ്ട്, പക്ഷേ ഇടയ്ക്ക് തെളിഞ്ഞ കാലാവസ്ഥ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മത്സരത്തിൻ്റെ ആ ഒരു ഗതിയെ, അല്ലെങ്കിൽ മത്സരത്തിൻ്റെ ആ ഒരു പുരോഗതിയെ ഇത് ഭംഗം വരുത്തുന്നില്ല ഈ മഴ, അല്ലേ? തീർച്ചയായും വള്ളവും വെള്ളവും മഴയും എല്ലാം ചേർന്ന ഒരു ആവേശം, അതാണ് കുട്ടനാട്ടുകാർക്ക് വള്ളംകളി എന്ന് പറയുന്നത്. അത് കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആവേശം തന്നെ നൽകുന്ന ഒന്നാണ്. മഴയൊക്കെ ആണെങ്കിൽ ആ മഴയിലൊക്കെ ഇറങ്ങി നിന്ന് മഴ നനഞ്ഞ് വള്ളംകളി കാണുക, മഴ നനഞ്ഞ് വള്ളത്തിൽ ഇരുന്ന് വള്ളംകളി കാണുക, അതൊക്കെ തന്നെ കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവേശമുണർത്തുന്ന, അവർക്ക് അത്യന്തം സന്തോഷകരമായ കാര്യം തന്നെയാണ്. എന്തായാലും ഈ ജലമേളകളുടെ ഒക്കെ ഒരു തുടക്കം കുറിക്കുന്നു എന്നതിനാൽ അത്യധികം ആവേശത്തിൽ തന്നെയാണ് കുട്ടനാട്ടുകാർ എല്ലാവരും ഉള്ളത്. കുട്ടനാട്ടുകാർ മാത്രമല്ല, കേരളത്തിൽ ഒന്നാകെയുള്ള വള്ളംകളി പ്രേമികൾ. നമുക്കറിയാം, ഈ പുന്നമടയിൽ നടക്കുന്ന നെഹ്റു ട്രോഫി ജലോത്സവത്തിനൊക്കെ ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, കേരളത്തിൽ നിന്ന് മാത്രമല്ല സംസ്ഥാനത്ത് നിന്നും, ഒപ്പം തന്നെ വിദേശ ടൂറിസ്റ്റുകൾ അടക്കം വരുന്ന ഒരു വള്ളംകളിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി. ആ നെഹ്റു ട്രോഫി വള്ളംകളിക്കൊക്കെ മുന്നോടിയായുള്ള ഈ ചമ്പക്കുളം വള്ളംകളി എന്ന് പറഞ്ഞാൽ ഈ ജലമേളകളുടെ ഒരു ആരംഭം കുറിക്കുന്നു. ഇനി കുട്ടനാട്ടിൽ ആവേശത്തിന്റെ, അല്ലെങ്കിൽ ഈ ഒരു ആർപ്പുവിളികളുടെ ഒക്കെ ഒരു കാലമാണ്.
ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം വള്ളങ്ങൾക്കും ക്ലബ്ബുകൾക്കും ഒക്കെ നിരവധി ആരാധകരുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത്. കഴിഞ്ഞ തവണ ഈ രാജപ്രമുഖൻ ട്രോഫി നേടിയത് നടുഭാഗം ചുണ്ടനാണ്. അന്ന് നടുഭാഗം തുഴഞ്ഞത് UBC കൈനകരയാണ്. പക്ഷേ ഇത്തവണ നടുഭാഗം തുഴയുന്നത് നടുഭാഗം ബോട്ട് ക്ലബ്ബാണ്. UBC കൈനകര തുഴയുന്ന ആയാപറമ്പ് പുത്തൻ ചുണ്ടനാണ്. അങ്ങനെ ഓരോ ക്ലബ്ബുകൾക്കും കുട്ടനാട്ടിൽ ആരാധകരുണ്ട്. ചമ്പക്കുളം ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ചമ്പക്കുളം ചുണ്ടൻ, ഒപ്പം തന്നെ ജീസസ് ബോട്ട് ക്ലബിന്റെ ചെറുതന ചുണ്ടൻ, ടൗൺ ബോട്ട് ക്ലബിന്റെ ആയാപറമ്പ് വലിയ ദിവാൻജി, സെന്റ് ജോർജ് ചുണ്ടന്റെ വള്ളസമിതിയുടെ സെന്റ് ജോർജ് ചുണ്ടൻ എന്നിങ്ങനെ വിവിധ ഈ പ്രസിദ്ധമായ ക്ലബ്ബുകൾ തുഴയുന്ന വള്ളങ്ങളാണ്. ഈ വള്ളങ്ങൾക്കും ക്ലബ്ബുകൾക്കും ഒക്കെ നിരവധി ആരാധകരും കുട്ടനാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ ഒരു ആവേശത്തിൽ തന്നെയാണ് കുട്ടനാടുള്ളത്. ഇനിയിപ്പോൾ ഫൈനൽ മത്സരങ്ങൾക്കായി, അതായത് ചമ്പക്കുളം മൂലം വള്ളങ്ങളുടെ രാജപ്രമുഖൻ ട്രോഫിക്കായുള്ള മത്സരങ്ങളാണ് ഇനി നടക്കാനിരിക്കുന്നത്. ഏതായാലും ചമ്പക്കുളം മൂലം വള്ളംകളി ആവേശോജ്വലമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.